ഹലോ ഗൈസ്, അപ്പം ഇന്നൊരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മോർണിംഗ് വ്ളോഗ് എടുക്കുകയാണ്. ഒന്നുമില്ല, ചെറിയൊരു മിനി വ്ളോഗ്. ഞാൻ ഇന്ന് വീട്ടിലെന്തൊക്കെയാണ് പണികൾ ചെയ്യുന്നത്. എല്ലാ പണികളൊന്നും ഇല്ല കേട്ടോ, അടുക്കള പണികളൊന്നും കാണിക്കുന്നില്ല. വെറുതെ ഹാളിൽ ഞാൻ അടിച്ച് വാരുന്നതും വൃത്തിയാക്കുന്നതും ശിമക്കുട്ടി ഞാൻ എന്താ ചെയ്യണമെന്നത് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ശിമക്കുട്ടി അവളെ കളിക്കൊപ്പൊക്കെ എടുത്തേക്കാൻ പറഞ്ഞപ്പോൾ എടുത്തേക്കാണ്. എടുത്ത് ചോക്ക് മതിയായി, 2 കളിക്കൊപ്പ് എടുത്ത് വെച്ചിട്ടുള്ളൂ. എനിക്ക് ഞാൻ കുഴങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് ഡാൻസ് കളിച്ചാണ്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് എനിക്ക് ഞാൻ ഡാൻസ് കളിച്ചിട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് മാറി വന്നാൽ നോക്കുക എന്തെങ്കിലുമൊക്കെ കൂടെ ആയിപ്പോൾ ഒപ്പിച്ചണ പണി. അപ്പോൾ എന്തോ ചുമരുന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ അങ്ങോട്ടല്ല പോകണത്. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ അവൾ അവിടെ മാറും ചെയ്യും. വെറുതെ ചുമരുമ്പോൾ കൂടെ അങ്ങനെ എന്തൊക്കെ കാട്ടി കൂട്ടുന്നുണ്ട്. അങ്ങനെ അടിച്ചു വാരിയാണ്. കസാലൊക്കെ നേരെ കെട്ടിച്ച് അങ്ങോട്ട് അടിച്ചു വരും. എന്നാലും എനിക്ക് അടിച്ചു വരുമ്പോൾ സുഖം കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്തോ ഒക്കെ കിട്ടിയിരിക്കണം. അപ്പോൾ എന്തൊക്കെ എല്ലാം വെച്ച് അടുത്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവച്ച് ശിവ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയണത് വെച്ചാൽ ഹലോ ഗൈസ് അവിടെ തുടക്കുകയാണ് എന്നാണ് ഈ പറയണത്. പക്ഷേ പറയണതൊന്നും മനസ്സിലാവണില്ല എന്ന് മാത്രം. അപ്പോൾ ഞാൻ അടിച്ചു വാരി പോണതിനനുസരിച്ച് ഓളിങ്ങനെ തുടച്ച് വരികയാണ്. പുറത്ത് മഴയുണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? അതൊന്നും കാര്യമാക്കരുത്. അങ്ങനെ ചോറും കറി കഴിക്കണേ, മീനൊക്കെ പൊരിച്ചാണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മീൻ പൊരിച്ചാൽ വിചാരിച്ച് പേരയിൽ ആരുമില്ല, ഞാനും കുട്ടി മാത്രമേ ഉള്ളൂ. ബാപ്പ പള്ളിക്ക് പോയിക്കിടന്ന് വെള്ളിയാഴ്ചയല്ലേ. അപ്പം അങ്ങനെ പിന്നെ ബാക്കിയുള്ളവരൊക്കെ പണിക്കൊക്കെ പോയിക്കണം. ഓലൊക്കെ ഇനി വരുമ്പോൾ ഒരു 3 മണി 4 മണിയൊക്കെ ആകും. അങ്ങനെ ഞാൻ ശിവൻകുട്ടി അങ്ങനെ പണിയെടുക്കുകയാണ്. ഓളും അങ്ങനെ ഓരോന്നും ഇങ്ങനെ കാട്ടിക്കൂട്ടും. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പേരില്ലേ കോക്കൊരു വെറിയാണ്. അപ്പം അങ്ങനെ ഞാൻ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ പോയി. അടുക്കളയിൽ മീൻ പൊരിച്ചാണ്ടിനി. അപ്പോൾ കരിമീനൊക്കെ ഉണ്ടിനി. കരിമീൻ വാങ്ങിച്ചിനി. അപ്പോൾ നല്ല ഫ്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് മീൻ മസാലയൊക്കെ കൂട്ടുകയാണ്. മസാലയൊക്കെ കൂട്ടി നല്ല വെളിച്ചെണ്ണയിൽ കരിവേപ്പിൻ്റെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ മീനൊക്കെ പൊരിച്ച് ഞങ്ങൾ ചോറ് കഴിച്ചാൻ പോവുകയാണ്. കുട്ടിക്ക് ചോറ് കഴിച്ചുമ്പോൾ ഫോണ് കൊടുക്കണം, എന്നാലേ ഓളെ വായന എന്തെങ്കിലും ഇറങ്ങി പോകുള്ളൂ. അതുകൊണ്ട് തിന്നണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട